ഏൻ ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വീഡിയോ പിടിക്കാൻ പോണത് നമ്മുടെ ആമ്പലും താമരയൊക്കെ അതെ നശിച്ചു പോണ പോലെ വന്നു. അപ്പൊ കുറെ നല്ലതുപോലെയൊക്കെ വന്നതാണ്. ഞാൻ കുരുവിട്ട് മുളപ്പിച്ച താമരയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊന്ന് റീപ്ലാന്റ് ചെയ്യണത് ഒരു വീഡിയോ പിടിക്കാൻ മുളപ്പിച്ചതാണ്. അപ്പൊ അത് നോക്കട്ടെ എൻ്റെ അടിയിൽ എന്തൊക്കെയാ എന്തെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ മേടിക്കണ പോലെ ഉള്ള ഒരു ഇതുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. അത് ഞാൻ പറിച്ചെടുത്തിട്ട് അതൊന്ന് ശരിക്കും ഒരെണ്ണം ഉള്ളു ഇല്ലാതിപ്പം. ഇത് ഞാൻ കുരു പാകി മുളപ്പിച്ച് എടുത്ത താമരയാണ്. അതിപ്പോൾ 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ പരുവായി ഇരിക്കുന്നത്. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതൊന്ന് നട്ട് ശരിയാക്കണം. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി രണ്ടാമതൊന്ന് നടാൻ നോക്കിയേ. എല്ലാം എടുക്കണില്ല, എന്നാലും ഇച്ചിരി മണ്ണും ഇച്ചിരി ചാണകവും എല്ലാം ഇട്ട് കൊടുത്തില്ല. ചാണകപ്പൊടി, എല്ലും പൊടി അതെല്ലാം കൂടി ഇട്ടൊന്ന് രണ്ടാമത് നടാൻ പോകുന്നു. എന്തുകൊണ്ടാണ് നശിച്ചു പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ചാണകപ്പൊടിയാണ്. കുരു നട്ട് മുളപ്പിച്ചെടുത്തതാണ്. 3-4 വളർന്നു വന്നിട്ട് എനിക്ക് ഒരെണ്ണമാണ് എനിക്ക് കിട്ടിയത്. നശിപ്പിച്ച് കളയണ്ടല്ലാന്ന് ഓർത്ത് നമ്മൾ നടാന്ന് വിചാരിച്ചു. ഇതിനിപ്പോൾ ചെളി ഒന്ന് അടിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഞാൻ അധികം വെയിലത്ത് വെക്കണില്ല. ഇങ്ങനെ വെയിറ്റ് വെക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഒരു വീഡിയോ ആയിട്ട് ഇടും. ഇതെല്ലാം നല്ലപോലെ പൂവൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സാധനമാണ്. അതിൽ നിന്ന് ഞാൻ പിടിപ്പിച്ചെടുത്തതാണ്. ഇതൊക്കെ കണ്ട ഇതൊക്കെ പിടിപ്പിച്ചത് അതിനൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ.
നല്ലപോലെ ഒന്ന് കഴുകി. അതിനെന്തോ ഒരു നല്ല വലുതായ അമ്പലമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ തൈ പറിച്ചത് തൈയൊക്കെ ആക്കിയെടുത്ത, പക്ഷേ ഇത് ഈ പരിവായി. പിന്നിപ്പോൾ ഞാനിതങ്ങനെ നട്ടില്ലെങ്കിൽ അതിനും ചീത്തയിപ്പോൾ സൂഡോമോണസ് അതിൻ്റെ അകത്ത് തിരട്ടി അതിനകത്തേക്ക് ചേർക്കട്ടെ. ഇപ്പോൾ അത് വെള്ളം തെളിഞ്ഞ് നന്നായിട്ടൊക്കെ വന്നു. ഞാനപ്പോൾ ഇതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളം തെളിഞ്ഞിട്ട് ഇത്തിരി നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കലങ്ങി കിടക്കണേന് ഇപ്പം എല്ലാം. അതുപോലെ എല്ലാം നട്ടിട്ടുണ്ട്. കണ്ട എല്ലാം നട്ട്, ചെറിയ തൈകളും എല്ലാം നട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഈ വീഡിയോ കാണുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും. ഞാൻ കുറേ നാളായിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട്, സമയക്കുറവും എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ്. ഇനി ഞാൻ അതിൻ്റെ പിന്നാലെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കാണുന്ന ബെൽ ബട്ടണിലൊന്ന് അമർത്തുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.